കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കൽപ്പത്തൂർ പരദേവതാ ക്ഷേത്രം. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള കിരാതമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പരമ്പരാഗതമായിട്ടുള്ള മരം കൊണ്ടുള്ള കൊത്തുപണികളും കേരള വാസ്തുവിദ്യയിലുള്ള നിർമ്മാണവും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഏകദേശം 5.5 അടി ഉയരമുള്ള ചക്കമര വിഗ്രഹമാണ് ഇവിടുത്തെ കിരാതമൂർത്തിയുടേത്. ഈ ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത വെട്ടുകല്ല് കൊണ്ടാണ്. അതുമാത്രമല്ല, പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചൊരു ക്ഷേത്രം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ ശ്രീരാമ പട്ടാഭിഷേകം, അനന്തശയനം, ശിവപാർവതി പരിണയം തുടങ്ങിയ കൊത്തുപണികൾ നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഇരുനിലകളുള്ളൊരു മാളികയും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളിവിടെ ചെല്ലുമ്പോൾ കഴിയുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കയറാൻ ശ്രമിക്കുക. അതിൽ കൂടുതലായിട്ടും മണ്ണ് കൊണ്ട് നിർമ്മിച്ച തറകളൊക്കെയാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. പിന്നെ വരുന്നവരെന്തായാലും ഇവിടുത്തെ കൊത്തുപണികളൊക്കെ കാണാനും മറക്കരുത്. എന്തുകൊണ്ട് ഈ ക്ഷേത്രം ഒരു സംരക്ഷിത സ്മാരകമായെന്ന് നമുക്കിവിടെ വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ധാരാളം കാലപ്പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കൊക്കെ അനുമതിയുണ്ട്. അതിനായിട്ട് നമ്മളൊരു നിശ്ചിത തുക ഇവിടെ അടക്കണം. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ നടുമുറ്റത്തോടു കൂടി ഈ മാളികയിലും കൂടി ഒന്ന് കയറണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുള്ള തനതായ വാസ്തുവിദ്യയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പരമ്പരാഗത വെട്ടുകല്ലിലൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ് ഇതുപോലെ ഇപ്പോഴും ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ബേക്കൽ കോട്ടയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കല്ലുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇനി കോഴിക്കോട് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി മറക്കണ്ട.